കോളേജിൽ പഠിക്കുന്ന കാമുകിയും കാമുകനും. അതിൽ കാമുകി ഗർഭിണിയാവുകയാണ്. പക്ഷേ അവരുടെ വീട്ടിലൊന്നും അംഗീകരിക്കാൻ കഴിയാത്തൊരു ബന്ധമായി പോയത്. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ നേരിടുന്നത് വലിയ വലിയ പ്രശ്നങ്ങളായിരുന്നു. അതെന്തെന്നൊക്കെ അറിയാൻ ചാന്ദ് മേരാ ദിൽ എന്ന ഹിന്ദി സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും കമന്റ് സെക്ഷനിലെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുതേ. കഥ ആരംഭിക്കുമ്പോൾ നായകനായ ആരവ് തന്റെ ഭാര്യയും കാമുകിയുമായിട്ടുള്ള ചാന്ദിനിയെ കോൾ ചെയ്യുന്നു. നമ്മുടെ കോളേജിൽ റീയൂണിയൻ നടക്കുവാനായി പോവുകയാണ്, നീ അതിന് പങ്കെടുക്കുവാനായി എത്തുമോ എന്ന് ചോദിക്കും. പക്ഷേ ചാന്ദിനിയുടെ മറുപടി എനിക്ക് താല്പര്യമില്ല, മാത്രവുമല്ല നല്ല ജോലി നടക്കുകയാണ് എന്നായിരുന്നു. ആരവിന് ആകെ സങ്കടമാകും. അങ്ങനെ ആരവ് വിദേശത്തു നിന്നും നാട്ടിലേക്കും എത്തുന്നു. അവന്റെ കോളേജിലേക്ക് ഒറ്റയ്ക്കാണ് ആരവ് പോകുന്നത്. ആരവ് കോളേജിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയം തന്നെ അവന് പഴയ ഓർമ്മകളൊക്കെ അവന്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു പോവുകയാണ്. പിന്നീട് ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. ആരവ് ആദ്യമായിട്ട് കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ എത്തുന്ന സമയം. അപ്പോഴാണ് അവിടുത്തെ സ്റ്റേജിൽ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്ന ചാന്ദിനി അവൻ ആദ്യമായിട്ട് കാണുന്നത്. ആദ്യ കാഴ്ചയിൽ തന്നെ ചാന്ദിനി അവൻ ഒരുപാട് ഇഷ്ടമായി. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെല്ലാം ചാന്ദിനിയെ വൺ സൈഡായിട്ട് ആരവ് പ്രണയിക്കുകയാണ് ചെയ്യുന്നത്. അത് ചാന്ദിനിക്ക് അറിയത്തേയില്ല. ചാന്ദിനി എങ്ങനെയെങ്കിലും തന്നെ തിരിച്ചറിയുവാൻ വേണ്ടിയിട്ട് ചാന്ദിനി ഏത് കളർ ഡ്രസ്സ് ഇടുന്നോ അതേ കളർ ഡ്രസ്സ് അവൻ ഇടുവാനായും തുടങ്ങി. പക്ഷേ അതൊന്നും ചാന്ദിനി മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇനി എന്ത് ചെയ്യുമെന്ന് ആരവ് സങ്കടപ്പെട്ട് നിൽക്കുക. പക്ഷേ അവിടെയാണ് കഥയിലൊരു ട്വിസ്റ്റ്. ചാന്ദിനി ആരവിനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഈ ആരവിന് ഒരു നാണം കുടുങ്ങി സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ അവന്റെ മനസ്സിലുള്ള പ്രണയമൊന്നും അവൻ വന്ന് തുറന്നു പറയില്ല എന്നും ചാന്ദിനിക്ക് നന്നായിട്ട് അറിയാം. ചാന്ദിനി അവനെ എപ്പോഴും ശ്രദ്ധിച്ചു കൊണ്ടേയിരുന്നു, അതും ആരവറിയാതെ. ഒരു ദിവസം ആരവന്റെ അടുത്തേക്ക് ചാന്ദിനി വന്നിട്ട്, എനിക്ക് മാത്സിൽ നല്ല സംശയമുണ്ട്, അതൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിക്കും. അവൾ ഇങ്ങോട്ട് വന്ന് മിണ്ടിയത് കൊണ്ട് തന്നെ ആരവിന് ഒരുപാട് സന്തോഷമായിരുന്നു. ആരവ് അവളെയും കൂട്ടി അവരുടെ ഹോസ്റ്റൽ മുറിയിലേക്കാണ് പോകുന്നത്. അവിടെ വെച്ച് ക്ലാസ് എടുത്തു കൊടുക്കാമെന്നൊക്കെ അവൻ കരുതും. എന്നാൽ ചാന്ദിനി അവളുടെ മനസ്സിലെ ഇഷ്ടം അവനോട് തുറന്നു പറയും. സത്യത്തിൽ ഈ ചാന്ദിനിക്ക് മാത്സിലൊന്നും ഒരു ഡൗട്ടുമില്ല. ആരവിനോട് ഫ്ലർട്ട് ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അവനെയും കൂട്ടിയെത്തിയിരിക്കുന്നതും. അത് മനസ്സിലാക്കിയ ആരവ് തന്റെ മനസ്സിലെ പ്രണയം അവളോട് തുറന്നു പറയുന്നു. അത് ചാന്ദിനി അക്സെപ്റ്റ് ചെയ്യുകയാണ്. പിന്നീട് അങ്ങോട്ട് ഒഫീഷ്യലായി രണ്ടുപേരും പ്രണയിക്കുവാനായും ആരംഭിക്കുന്നു. അവരുടെ രണ്ടുപേരുടെയും പ്രണയം മുന്നോട്ട് പോകുന്ന സമയം രണ്ടുപേരും ഭാവിയെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് ആരവിന് പഠിത്തമെല്ലാം കഴിഞ്ഞ് ഹയർ സ്റ്റഡീസിനായിട്ട് വിദേശത്തേക്ക് പോകണമെന്ന ആഗ്രഹം തുറന്നു പറയുന്നത്. എന്നാൽ അത് കേൾക്കുന്ന ചാന്ദിനിക്ക് ആകെ സങ്കടമാകുന്നു. കാരണം ചാന്ദിനിയുടെ അമ്മ ഒറ്റയ്ക്കുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് ഹയർ സ്റ്റഡീസിനായിട്ട് വിദേശത്തേക്കൊന്നും പോകാൻ കഴിയില്ല. എനിക്ക് എന്റെ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് വിദേശത്തേക്കൊന്നും പോകുവാനായി കഴിയില്ല എന്നും ചാന്ദിനി പറയുന്നു. ചാന്ദിനി അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ താനും വിദേശത്തേക്ക് ഹയർ സ്റ്റഡീസിനായി പോകുന്നില്ല, ഇന്ത്യയിൽ നിന്നും തന്നെ പഠിക്കാമെന്നും ആരവ് തീരുമാനിക്കുന്നു. ആരവ് അങ്ങനെ തീരുമാനിച്ചതിൽ ചാന്ദിനിക്ക് ഒരുപാട് സന്തോഷമാകുന്നു. മാത്രവുമല്ല അവനോടുള്ള പ്രണയം കുറച്ചുകൂടി കൂടുകയാണ് ചെയ്യുന്നത്. രണ്ടുപേരും ഈ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന സമയത്ത് ആരവിന്റെ സ്വഭാവം തനിക്ക് വേണ്ടിയിട്ട് എല്ലാം വിട്ടു നൽകുന്നതാണെന്ന് മനസ്സിലാക്കിയ ചാന്ദിനിക്ക് അവനോട് ഒരുപാട് സ്നേഹം കൂടുകയും ബൈക്കിൽ വെച്ച് തന്നെ അവനെ ലിപ് കിസ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ ഇത് പോലീസ് കാണുകയുണ്ടായി. രണ്ടാളെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയും ചെയ്യും. രണ്ടാളുടെയും കൂട്ടുകാർ വന്നാണ് അവരെ പുറത്തിറക്കുന്നതും. അങ്ങനെ അവരുടെ ജീവിതം സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. ഒരിക്കൽ ചാന്ദിനി തന്റെ അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ആരവിനോട് തുറന്നു പറയുകയുണ്ടായി. അച്ഛൻ എപ്പോഴും അമ്മയെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. അത് കാരണം അമ്മ ഒരുപാട് കഷ്ടപ്പാടും അനുഭവിച്ചിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞാണ് അവൾ കരയുന്നതും. അതിന് ആരവ് അവളെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ദിവസങ്ങൾ മുന്നോട്ടു പോകെ 40 ദിവസമായിട്ടും ചാന്ദിനിക്ക് പീരീഡ്സ് ആയില്ല. സംശയം തോന്നിയ ചാന്ദിനി ഉടനെ തന്നെ പ്രഗ്നൻസി കിറ്റ് വാങ്ങി നോക്കുന്നു. അവൾ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവൾ മനസ്സിലാക്കുകയാണ്. വല്ലാതെ ടെൻഷനാകുന്നു. ഈ ഒരു വിവരം ആരവിനോട് പറയും. ആരവ് ഉടനെ തന്നെ അബോഷന് വേണ്ടിയിട്ടുള്ള ഗുളികയൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്നു. പക്ഷേ ചാന്ദിനിക്ക് ആ കുഞ്ഞിനെ ഒന്നും ചെയ്യുവാനായിട്ട് മനസ്സ് വന്നതേയില്ല. ഈ കുഞ്ഞിനെ നമുക്ക് വളർത്തിയാലോ എന്ന് ചാന്ദിനി ചോദിക്കുമ്പോഴോ, നമ്മൾ എങ്ങനെ വളർത്താനാ, ഇതുവരെയായിട്ടും നമ്മുടെ പഠിത്തം പോലും കഴിഞ്ഞിട്ടേയില്ല, നമ്മളിപ്പോഴും കോളേജ് സ്റ്റുഡൻസ് അല്ലേ, ഇങ്ങനെയുള്ളപ്പോൾ നമ്മൾ എങ്ങനെ ഈ കുഞ്ഞിനെ വളർത്തുമെന്നും അവൻ ചോദിക്കുന്നു. ചാന്ദിനിക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. ഇനി എന്തെന്ന് പറഞ്ഞാലും ഈ കുഞ്ഞിനെ കൊന്നുകളയുവാനായിട്ട് ഞാൻ സമ്മതിക്കില്ല, എന്ത് കഷ്ടപ്പെട്ടിട്ടായാലും ഞാൻ വളർത്തുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അവളെ ഒറ്റയ്ക്ക് വിടണ്ട എന്ന് കരുതി അവൾക്കൊപ്പം ആരവും പോകുന്നു. അങ്ങനെ ആരവ് എന്താണോ ചാന്ദിനിയുടെ തീരുമാനം അതിനനുസരിച്ച് നിൽക്കുവാനായിട്ടും അവൻ തീരുമാനിക്കുന്നു.
റെയിൽവേ സ്റ്റേഷൻ വെച്ച് ചാന്ദിനിയെ പിടിച്ചു നിർത്തുകയാണ് ആരവ് ചെയ്യുന്നത്. എന്തായാലും ചാന്ദിനിയുടെ തീരുമാനം തന്നെ നടക്കട്ടെ, നമുക്ക് എന്തായാലും വിവാഹം കഴിക്കാം, വീട്ടിൽ ഈ ഒരു കാര്യം അവതരിപ്പിക്കണമെന്നും ആരവ് പറയുന്നു. ആരവ് ആദ്യം പോകുന്നത് ജയ്പൂരിലുള്ള ആരവിന്റെ വീട്ടിലേക്കാണ്. അന്നേ ദിവസം ആരവിന്റെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയും ആയിരുന്നു. ആരവ് ആ ഒരു സന്തോഷ നിമിഷത്തിലാണ് തന്റെ അച്ഛനോടും അമ്മയോടും തന്റെ കാമുകി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അവതരിപ്പിക്കുന്നത്. അത് കേട്ട അച്ഛനും അമ്മയ്ക്കുമൊക്കെ വല്ലാതെ ദേഷ്യം വരികയും ആരവിനെ അവിടെ നിന്നും വഴക്ക് പറഞ്ഞ് ഓടിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊരു വശത്ത് ചാന്ദിനി നേരെ തന്റെ അമ്മയ്ക്കടുത്തേക്കും എത്തി. ചാന്ദിനിക്ക് അമ്മ മാത്രമാണല്ലോ ഉള്ളത്. ചാന്ദിനി പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം അറിഞ്ഞതോടുകൂടി അമ്മ അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. നീ ആദ്യം പഠിത്തം പോലും കഴിഞ്ഞിട്ടില്ല, എന്നിട്ടാണോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, നിനക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞ് അമ്മ ഒരുപാട് വഴക്ക് പറയുന്നു. അത് കേട്ട് ചാന്ദിനിക്ക് വല്ലാതെ ദേഷ്യം വരികയും, എന്തായാലും ഈ കുഞ്ഞിനെ ഞാൻ വളർത്തും, നിങ്ങൾ എന്നെ സ്നേഹിക്കാത്തതുപോലെ ഞാൻ എന്റെ കുഞ്ഞിനോട് കാണിക്കില്ല എന്നും പറഞ്ഞിട്ടാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. അടുത്ത ദിവസം കൂട്ടുകാരുടെയും കോളേജ് പ്രിൻസിപ്പാളിന്റെയും സഹായത്തോടു കൂടി അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ അവർ രണ്ടുപേരും വിവാഹം കഴിക്കുകയാണ് ചെയ്യുന്നത്. വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാളും നല്ല രീതിക്ക് എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നു. ഇപ്പോഴും അവർ താമസിച്ചു കൊണ്ടിരിക്കുന്നത് കോളേജ് ഹോസ്റ്റലിലാണ്. ഇനിയും കോളേജ് ഹോസ്റ്റലിൽ താമസിക്കുന്നത് ശരിയല്ല എന്ന് ചിന്തിച്ച് അവർ രണ്ടുപേരും ചേർന്ന് വീട് റെന്റിനെടുക്കുന്നു. വാടക കൊടുക്കുവാനായിട്ട് ആരവിന്റെ കയ്യിൽ അങ്ങനെ കാശില്ലാത്തത് കൊണ്ട് തന്നെ ആരവ് ഒരു ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കുവാനായും പോകുന്നു. എന്നാൽ അതേസമയം ചാന്ദിനി നന്നായിട്ട് പഠിക്കുകയും അവൾക്ക് ക്യാമ്പസ് ഇന്റർവ്യൂവിൽ ഒരു വലിയൊരു കമ്പനിയിൽ ജോലി കിട്ടുകയും ചെയ്തു. ആരവിനാണെങ്കിലോ ജോലിയൊന്നും ആയിട്ടുമില്ല. അങ്ങനെയിരിക്കെ ചാന്ദിനിക്ക് നന്നായിട്ട് പ്രസവ വേദന വരുന്നു. ആരവ് ട്യൂഷൻ സെന്ററിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഫോൺ സൈലന്റ് ആയിരുന്നു. ചാന്ദിനി എത്ര തന്നെ വിളിച്ചിട്ടും ആരവ് കോൾ എടുക്കുന്നതേയില്ല. ഒടുവിൽ ചാന്ദിനിയുടെ സുഹൃത്തുക്കൾ വന്നാണ് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതും. അങ്ങനെ അവർക്ക് ഒരു പെൺകുഞ്ഞ് ജനിച്ചിരിക്കുകയാണ്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം അവരുടെ ജീവിതം വളരെ നരകമായി മാറുവാനായും തുടങ്ങി. കുഞ്ഞാണെങ്കിലോ രാത്രികാലങ്ങളിൽ ഉറങ്ങത്തേയില്ല, എപ്പോഴും കരച്ചിൽ. രണ്ടുപേർക്കും കുഞ്ഞിനെ നോക്കുന്നതിൽ വല്ലാതെ ബുദ്ധിമുട്ടുവാനായും തുടങ്ങി. കാരണം ചാന്ദിനിക്ക് പഠിക്കണം, ചാന്ദിനിക്ക് ഓഫീസിൽ പോകണം, പിന്നെ കുഞ്ഞിന്റെ കാര്യം, അതുപോലെ തന്നെ ആരവിന് വീട്ടുകാര്യങ്ങൾ നോക്കണം, ട്യൂഷനിൽ പഠിപ്പിക്കാൻ പോകണം. അതിനിടയിൽ കുഞ്ഞവർക്ക് വല്ലാതെ ബുദ്ധിമുട്ടാകുവാനായും തുടങ്ങി. അതേ ചൊല്ലി രണ്ടുപേർക്കുമിടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയാണ്. മാത്രവുമല്ല, കൂട്ടുകാർക്കിടയിൽ ഇരിക്കുന്ന സമയത്തും കുഞ്ഞിനെ ആരെടുക്കുമെന്നൊക്കെയുള്ള രീതിയിലൊക്കെ അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഒരു ദിവസം ആരവ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ചാന്ദിനി തന്റെ ഫ്രണ്ട്സിനൊപ്പം പാർട്ടി ചെയ്യുന്നതെല്ലാം ആരവ് കാണുന്നു. അവന് വല്ലാതെ ദേഷ്യം വരികയാണ്. ആരവിന്റെ മനസ്സിലെ ഈഗോ ഇളകുന്നത് കൊണ്ട് തന്നെ രണ്ടുപേർക്കുമിടയിൽ വലിയ പ്രശ്നമുണ്ടാകുന്നു. ഒരു ഘട്ടത്തിൽ അവൻ പറയുന്നുണ്ട്, നിന്നെ കാരണമാ എന്റെ ലൈഫ് ഇങ്ങനെ ആയി പോയതെന്ന്. ഞാൻ വല്ലതും പറഞ്ഞു നിന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ചാന്ദിനിയും ചൂടാകും. അത് കേട്ട് ആരവിന് വല്ലാതെ ദേഷ്യം വരികയും അവളെ വല്ലാതെ ഉപദ്രവിക്കുവാനായും അവൻ തുടങ്ങി. ചാന്ദിനിക്ക് ആരവ് അങ്ങനെ പ്രവർത്തിക്കുന്നതൊക്കെ കണ്ട് തന്റെ അമ്മയോട് അച്ഛൻ പെരുമാറിയതൊക്കെ ഓർമ്മ വരുന്നു. ഉടനെ തന്നെ ചാന്ദിനി തന്റെ കുഞ്ഞിനെയും എടുത്ത് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ആരവ് എത്ര തന്നെ ചാന്ദിനിയോട് സോറി പറഞ്ഞിട്ടും ചാന്ദിനി അതൊന്നും കേൾക്കുന്നതേയില്ല. അവൾ അവിടെ നിന്നും കുഞ്ഞിനെയും കൊണ്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ഒരു 4 മാസം കഴിഞ്ഞ് ആരവിനൊരു ഡിവോഴ്സ് നോട്ടീസ് വരുന്നു. ചാന്ദിനി ആ ഒരു വാശിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെന്ന് മനസ്സിലാക്കിയ ആരവ് തന്റെ സഹോദരിയോട് ഈ ഒരു കാര്യം അവതരിപ്പിക്കുന്നു. ആരവിന്റെ സഹോദരി സംസാരിച്ചിടപെട്ട് കുഞ്ഞിനെ കാണുവാൻ വേണ്ടിയിട്ട് മാത്രം അവൾ ഒരു അവസരം കൊടുക്കുകയാണ്. അങ്ങനെ ചാന്ദിനിക്കടുത്തേക്ക് കുഞ്ഞിനെ കാണുവാൻ വേണ്ടിയിട്ട് ആരവ് എത്തുന്നു. കുഞ്ഞിനെ കാണുവാൻ മാത്രം നിനക്ക് അവസരം തരാം, പക്ഷേ എന്റെ ജീവിതത്തിൽ ഇനി നിനക്ക് ഇടമില്ല എന്നാണ് ചാന്ദിനി പറയുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം കുഞ്ഞിനെ കാണുവാൻ വന്ന് വന്ന് കുഞ്ഞും ആരവും തമ്മിൽ നല്ല ബോണ്ടിങ് ആവുകയാണ്. ഒരു ദിവസം ആരവ് തന്റെ കുഞ്ഞിനെ കാണുവാൻ വേണ്ടിയിട്ട് ട്രെയിനിൽ വരുന്ന സമയത്ത് കുഞ്ഞിന്റെ മരുന്നെടുക്കുവാനായി മറന്നുപോയി. അതേ ചൊല്ലി അവൾ ഒരുപാട് വഴക്ക് പറയുകയാണ്. ഇനി മേലാൽ എന്റെ കുഞ്ഞിനെ കാണുവാൻ വന്നു പോകരുതെന്നും അവൾ പറയുന്നു. അപ്പോഴാണ് വീട്ടിലെത്തുന്ന സമയത്ത് ചാന്ദിനി ബാഗിലെടുത്ത് വെക്കുവാനായിട്ട് മരുന്ന് മറന്ന കാര്യം ഓർക്കുന്നതും. താനാണല്ലോ മരുന്നെടുക്കുവാനായി മറന്നുപോയതെന്ന് ചാന്ദിനി ചിന്തിച്ച് ആരവിനെ വിളിച്ച് മാപ്പ് പറയുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം ചാന്ദിനിക്കൊപ്പം വർക്ക് ചെയ്യുന്ന കെവിൻ എന്നൊരു പയ്യനുണ്ട്. ഈ കെവിനും ചാന്ദിനിയും നല്ല ഫ്രണ്ട്സ് ആണ്. കെവിന്റെ ഫ്ളാറ്റിലാണ് ദേ ഇപ്പോൾ ചാന്ദിനി താമസിക്കുന്നതും. കെവിനാണെങ്കിൽ ചാന്ദിനിയോട് ചെറിയൊരു നോട്ടമുണ്ട്. ആ ഒരു കാര്യം ചാന്ദിനിക്കും നന്നായിട്ട് അറിയാം. ഒരു ദിവസം കെവിൻ വന്ന് ചാന്ദിനിയെ പ്രപ്പോസ് ചെയ്യുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ആരവും ചാന്ദിനിയും തമ്മിലുള്ള പ്രശ്നം മനസ്സിലാക്കിയ വീട്ടുകാർ അവരെ രണ്ടുപേരെയും ഒന്നിപ്പിക്കാമെന്ന് തീരുമാനിക്കുന്നു. രണ്ടു വീട്ടുകാരും അവരെ വിളിച്ചു ചേർത്ത് സംസാരിക്കുന്ന സമയത്താണ് ചാന്ദിനിക്ക് ഇനി ഒരിക്കലും ആരവുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള കാര്യം തുറന്നു പറയുന്നത്. എന്താണ് കാരണമെന്ന് അന്വേഷിക്കുന്ന സമയത്തോ ആരവ് ചാന്ദിനിയെ തല്ലിയ കാര്യം അവൾ തുറന്നു പറയുന്നു. അത് കേട്ടതും ചാന്ദിനിയുടെ അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയാണ്. കാരണം ചാന്ദിനിയുടെ അമ്മയെ അച്ഛൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടല്ലോ, അതേ അവസ്ഥ തന്നെയാണോ തന്റെ മകൾക്കും വരുന്നതെന്ന് ഓർത്താണ്
ഓർത്താണ് അമ്മ അവനോട് ദേഷ്യപ്പെടുന്നത്. അതേസമയം തന്നെ ചാന്ദിനി തനിക്ക് കെവിനെ ഇഷ്ടമാണെന്നും കെവിന്റെ അടുത്ത് തനിക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യുമെന്നും അവൾ തുറന്നു പറയുന്നു. കെവിനെ താൻ വിവാഹം കഴിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതോടുകൂടി ആരവും ഷോക്കായി പോവുകയാണ്. അന്നേ ദിവസം തന്നെ അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഇത് നമ്മുടെ ലാസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാണ്, നീ ഇന്നൊരു ദിവസം എനിക്കിപ്പം ചിലവഴിക്കണമെന്നും ആരവ് ആവശ്യപ്പെടുന്നു. അതനുസരിച്ച് ആരവനടുത്തേക്ക് എത്തുകയാണ് ചാന്ദിനി. അങ്ങനെ രണ്ടുപേരും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കും. ഇത് നമ്മുടെ അവസാനത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്, ഇനി നമ്മൾ ഇതുപോലെ ആഘോഷിക്കില്ല എന്നും അവൻ സങ്കടത്തോടു കൂടി പറയുന്നു. എന്നിട്ട് അവളെ കിസ് ചെയ്യുവാനായി വരുന്ന സമയം തന്നെ അവൾ അവനെ തള്ളി മാറ്റിയിട്ട് അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. കുറെ നാളുകൾ കഴിഞ്ഞപ്പോൾ നിയമപരമായിട്ട് രണ്ടുപേരും ഡിവോഴ്സ് ആവുകയാണ് ചെയ്തത്. ഡിവോഴ്സ് ആയതിനു പിന്നാലെ ചാന്ദിനിയുടെയും കെവിന്റെയും എൻഗേജ്മെന്റും കഴിയുന്നു. അവരുടെ വിവാഹത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ്. എന്നാൽ അതേസമയം ട്യൂഷനിലേക്ക് പഠിപ്പിക്കുവാനായി എത്തുന്ന ആരവിനെ കുട്ടികളാണെങ്കിലോ വല്ലാതെ കളിയാക്കുന്നു. അതിലൊരു പയ്യൻ അവനെ വല്ലാതെ കളിയാക്കി ചിരിക്കുമ്പോൾ ദേഷ്യം വന്ന ആരവാണെങ്കിൽ അവനെ തല്ലുന്നു. എന്നാൽ ആ പയ്യനാണെങ്കിലോ ആരവനിട്ട് കൊട്ടേഷൻ കൊടുക്കുകയാണ്. ആരവ് രാത്രി വരുന്ന സമയത്ത് വഴിയിലിട്ട് കുറച്ച് ഗുണ്ടകൾ ചേർന്ന് അവനെ തല്ലി ചതയ്ക്കുന്നു. ബോധമില്ലാതെ റോഡിൽ കിടക്കുന്ന ആരവിനെ ആരവിന്റെ അച്ഛനും അമ്മയും കാണുകയുണ്ടായി. അവർ ആരവിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. നീ എന്തിനാ നിന്റെ ജീവിതം ഇങ്ങനെ കളയുന്നത്? നിന്റെ സ്വപ്നങ്ങൾ എന്താണോ അതിന് പിന്നാലെയായിരിക്കണം നീ പോകേണ്ടത്. ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചേക്ക്. അവൾ അവളുടെ ജീവിതം നോക്കി പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് അവനെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്യുന്നു. അതനുസരിച്ച് ആരവ് തന്റെ പഴയ ആഗ്രഹം എന്തായിരുന്നു, US പോയി ഹയർ സ്റ്റഡീസ് ചെയ്യണം. അത് തന്നെ പൊടി തട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അവൻ US പോകുവാനായിട്ടും അവൻ തീരുമാനിക്കുന്നു. US പോകുന്നതിന് മുൻപ് തന്നെ തന്റെ ഭാര്യയും കുഞ്ഞിനെയും ഒന്നുകൂടി കാണണമെന്ന് ആരവിന് നല്ല ആഗ്രഹം. ചാന്ദിനിയെ കാണുവാൻ വേണ്ടിയിട്ട് ആരവ് എത്തുകയാണ്. ആരവിന്റെ പേടി തന്റെ മകൾ തന്നെ മറന്നു പോകുമോ എന്നതായിരുന്നു. അതിന് മറുപടിയായിട്ട് ചാന്ദിനി പറയുന്നത്, ഇനി എന്തൊക്കെ സംഭവിച്ചാലും നീ തന്നെയാണ് നമ്മുടെ മകളുടെ അച്ഛൻ, അത് ഞാൻ അവളെ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുമെന്നും ചാന്ദിനി പറയുന്നു. താൻ എന്തായാലും 2 വർഷത്തേക്ക് US ഹയർ സ്റ്റഡീസിന് പോവുകയാണെന്ന് പറഞ്ഞ് അവളോട് യാത്ര പറഞ്ഞാണ് ആരവ് അവിടെ നിന്ന് പോകുന്നത്. അങ്ങനെ 2 വർഷം കഴിഞ്ഞുപോയി. തന്റെ ഹയർ സ്റ്റഡീസ് എല്ലാം കംപ്ലീറ്റ് ആക്കി നാട്ടിലേക്ക് വരുവാനായി നിൽക്കുന്ന സമയമായിരുന്നു കോളേജിൽ റീയൂണിയൻ ആണെന്നുള്ള കാര്യം ആരവ് അറിയുന്നത്. അതിനു വേണ്ടിയിട്ടാണ് അവൻ ചാന്ദിനിയെ ക്ഷണിക്കുന്നതും. പക്ഷേ ചാന്ദിനി വന്നില്ലല്ലോ. കോളേജിലേക്ക് അവൻ തന്റെ ആദ്യ കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ പഴയ ഓർമ്മകളൊക്കെ വന്നിരുന്നല്ലോ. ദേ നോക്കുമ്പോൾ ചാന്ദിനി അതേ സ്റ്റേജിൽ തന്നെ നിന്ന് ഡാൻസ് കളിക്കുന്നു. മാത്രവുമല്ല അവൻ അവിടെ നിന്നും തന്റെ ഹോസ്റ്റൽ റൂമിലേക്ക് പോകുമ്പോൾ അവിടേക്കും ചാന്ദിനി എത്തുകയാണ്. അല്ല, നീ വരുന്നില്ല എന്നല്ലേ എന്നോട് പറഞ്ഞത്, പിന്നെങ്ങനെ നീ വന്നു എന്നൊക്കെ അവൻ ചോദിക്കും. അപ്പോഴാണ് ചാന്ദിനി ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. ആരവിനോട് അവൾക്ക് ഇപ്പോഴും പ്രണയമാണ്. അവൾ പറയുന്നത്, എനിക്ക് നിന്നെ മറക്കാൻ കഴിയുന്നില്ല, നിന്നോടുള്ള പ്രണയം ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട്, അതുകൊണ്ടാണ് കെവിനുമായിട്ടുള്ള വിവാഹമെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തതെന്നും ചാന്ദിനി പറയുന്നു. അന്ന് ആരവ് യാത്ര പറയുവാനായി വന്ന സമയം അവൾക്ക് തന്റെ മനസ്സിൽ അവനോട് പ്രണയമുണ്ട്, അവൾക്ക് മറക്കാൻ കഴിയുന്നില്ല എന്നുള്ളതൊക്കെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ തന്റെ പ്രണയം കാരണം ആരവിന് തന്റെ ഭാവി നഷ്ടമാകുമോ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു. അവന്റെ ഏറ്റവും വലിയ ലക്ഷ്യം വിദേശത്തേക്ക് പോയി ഹയർ സ്റ്റഡീസ് ചെയ്യുക എന്നതല്ലേ. ആ ഒരു ലക്ഷ്യത്തിലേക്കാണ് ദേ ഇപ്പോൾ അവൻ വന്നെത്തിയിരിക്കുന്നത്. അത് താൻ കാരണം ഒരിക്കലും നഷ്ടപ്പെടരുതെന്ന് ചാന്ദിനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് അവനെ തടയാത്തത്. ഈ 2 വർഷം അവന് വേണ്ടിയിട്ട് അവൾ കാത്തിരിക്കുകയായിരുന്നു എന്നുള്ള കാര്യം അവൾ തുറന്നു പറയുന്നു. അത് കേട്ടതോടുകൂടി ആരവിന് ഒരുപാട് സന്തോഷമാവുകയും ചാന്ദിനിയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ രണ്ടുപേരും ഒന്നിക്കുകയാണ്. ഫ്രണ്ട്സിനൊപ്പം പഴയതുപോലെ ലോങ് ഡ്രൈവ് പോകുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.